പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഓസ്റ്റിൻ. എൻ്റെ പ്രൊഫഷൻ നേഴ്സാണ്. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു തൃശ്ശൂർ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചെറിയൊരു ഗോഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് പീരീഡ് ഉണ്ടായിരുന്നു ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നേഴ്സിങ്ങിലേക്ക് വന്നത് തന്നെ ഇഷ്ടമില്ലാത്തൊട്ട് ഫീൽഡായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ലൈഫ്, ഞാൻ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ്, അതിൽ നിന്നാണ് നേഴ്സിംഗിലേക്ക് വന്നത്. പെട്ടെന്നൊരു കരിയർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, എൻ്റെ ലൈഫ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാരായിട്ട് പറഞ്ഞു വിട്ടാണ് സത്യം പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ വീട്ടുകാരുടെ വാക്ക് കേട്ട് ശരിക്കും അതിൽ ചേർന്നു. അപ്പോൾ ചേർന്നപ്പോൾ ഫസ്റ്റ് ഇയർ ചേർന്നുകൊണ്ട് എനിക്ക് അവിടെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ദൂരെയാണ്, എൻ്റെ വീട് ചാലക്കുടിയിൽ നിന്ന് കുന്നംകുളത്താണ് എൻ്റെ കോളേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡെയിലി ഇങ്ങനെ പോയി വരാൻ പറഞ്ഞു. അപ്പോൾ ഡെയിലി ഇങ്ങനെ പോയി വന്നപ്പോൾ ഫസ്റ്റ് ഇയർ പകുതിയോട് കൂടിയപ്പോൾ ഇങ്ങനെ ഡെയിലി പോയി വന്നതുകൊണ്ട് എനിക്ക് അവർ തരുന്ന വർക്ക്സും ടീച്ചേഴ്സ് തരുന്ന വർക്ക്സും ഒന്നും എനിക്ക് വീട്ടിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ ക്ഷീണവും പിന്നെ കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് വഴക്കുകൾ ഇങ്ങനെ കേട്ടു, ഒരുപാട് ചീത്ത പറഞ്ഞു. അങ്ങനെ മാത്രമല്ല അതിൻ്റെ ഇടയിൽ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മാത്രമല്ല എൻ്റെ പ്രയർ ലൈഫും ഡൗൺ ആയിപ്പോയി. ഞാൻ ഡെയിലി പള്ളി പോയിരുന്ന ആളാണ്. ഡെയിലി ഇങ്ങനെ ബൈബിൾ വായിക്കും, ഒരുപാട് അതിനെ പറ്റിയ കാര്യങ്ങളൊക്കെ കേൾക്കും. പക്ഷെ അതിനൊന്നും ടൈം കിട്ടാതുണ്ടായി ഈ ദൂരെ കൂടുതലുള്ള കാരണം. അപ്പോൾ അതൊക്കെ ഡൗൺ ആയിപ്പോയി. അപ്പോൾ അതൊക്കെ എന്നെ ഇങ്ങനെ നേഴ്സിംഗ് ലൈഫിൽ ഇങ്ങനെ ഡൗൺ ആക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, എന്തായാലും എൻ്റെ ഈശോയെ ഞാൻ അങ്ങനെ എന്തായാലും ഇതിലെടുത്തു. പക്ഷെ എന്തായാലും ഞാനൊരു പ്രത്യാശ കൈവിടുന്നില്ല. എനിക്കൊരു ഹോപ്പ് ഉണ്ട്. അങ്ങനെ വിചാരിച്ച് ഞാൻ അതിലൂടെ നിൽക്കുക തന്നെയായിരുന്നു. കാരണം മാത്രമല്ല എൻ്റെ ലൈഫും കൂടി ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു ജോബ് എനിക്ക് വേണമെന്നുള്ള ചിന്തിങ് ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ അവിടെ പിടിച്ചു നിന്നു. പക്ഷേ അപ്പോഴേക്കും ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോസ്റ്റലൊന്നും റെഡി ആവാത്തതുകൊണ്ട് ഇങ്ങനെ ഒന്നും ഒരു പാറ്റേണിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ റോമൻസ് 5:5 പറയുന്നുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് us. ആ ഒരു വചനത്തിലാണ് ഞാൻ ശരിക്കും പിടിച്ചു തന്നെ. അപ്പോൾ അവിടെ വെച്ച് കുറച്ച് ദിവസം ഞാനിപ്പോൾ പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുന്ന നേഴ്സിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് അവിടെ പാരൻസായിട്ട് സംസാരിച്ച് എനിക്കൊരു ഹോസ്റ്റൽ അവിടെ റെഡിയായി കിട്ടി. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ നന്ദി പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരുപാട് വർക്ക്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഹോസ്റ്റൽ തന്നെ വെച്ച് ചെയ്യാനായിട്ട് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പോൾ ഇതിനോട് ഹോസ്റ്റൽ കിട്ടിയത് തന്നെ മാത്രമല്ല, അവിടെ വർക്ക്സൊക്കെ കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വന്ന് ചേർന്നത്. അപ്പോൾ ആ എക്സാമിൽ എനിക്ക് അധികം ഇങ്ങനെ കുറച്ച് ബാക്ക് ആയതുകൊണ്ട് ഈ ഫീൽഡ് താല്പര്യമില്ലാത്തതുകൊണ്ടും കൂടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ പഠിച്ച് പാസ്സായാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഇയർ കഷ്ടപ്പെട്ട് പാസ്സായി. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഇയർ പാസ്സായതോടുകൂടി ആ ഒരു ഫസ്റ്റ് ഇയറിനെ കടമ്പ കഴിഞ്ഞപ്പോൾ എന്തായാലും എനിക്കിത് സെറ്റാവും, എന്തായാലും നമ്മളെ പ്രത്യാശ നമ്മളെ ഡിസപ്പോയിൻ്റ് ഒരിക്കലാക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം സെക്കൻഡ് ഇയറിലേക്ക് കടന്നപ്പോൾ അവിടെ ഇങ്ങനെ പയ്യെ ആ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന സ്ട്രഗിൾസ് ഒക്കെ അങ്ങോട്ട് ഞാൻ മറന്നു, ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഇനിയിപ്പോൾ ഫസ്റ്റ് ഇയർ എന്തായാലും പാസ്സായല്ലോ. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഇയറിൽ ഞാൻ അങ്ങനെ ഒന്നും നോക്കാതെ സെക്കൻഡ് ഇയർ പക്കയായിട്ട് ഇങ്ങനെ പഠിച്ച് എല്ലാവരും മാത്രമല്ല എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി ഇങ്ങനെ പള്ളിയിൽ പോകാനും പറ്റി. അവിടെ ഹോസ്റ്റലിൽ കിട്ടിയത് തന്നെ ഇവിടെ ലെറ്ററൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് ആൾക്ക് റെഡി ചെയ്ത്. മാത്രമല്ല പള്ളിയിൽ പോകാനും അങ്ങനെ തന്നെയാണ്, എന്തുണ്ടായാലും ലെറ്റേഴ്സ് വയ്ക്കണം അവിടെ. അങ്ങനെ ഒരു ഫീൽഡാണ് നഴ്സിംഗ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ലെറ്റർ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മാത്രമല്ല പള്ളിയിൽ പോയതിന് ശേഷം ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ബൈബിൾ വായിക്കാനൊക്കെ റീസ്റ്റാർട്ട് ആയ പോലെ എനിക്ക് തോന്നി. ദൈവം ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. അതിന് ശേഷം അവിടെ മാത്രമല്ല ഞാൻ ജീസസ് യൂത്തിൻ്റെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ അവിടെ തൃശ്ശൂർ ജീസസ് യൂത്തായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഞാനിങ്ങനെ പെർമിഷൻ ചോദിച്ച് ഞാൻ അങ്ങനെ ജീസസ് മീറ്റിങ്സിനും ഹൗസ് ഹോൾഡിനൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രയർ ലൈഫിൻ്റെ ഈ നഴ്സിംഗ് ലൈഫിനോട് കൂടെ തന്നെ ആ ഒരു പ്രയർ ലൈഫ് മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകാന്നുള്ള ദൈവനെ പഠിപ്പിച്ചു. ആ ഒരു റോമൻസ് 5:5 ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് us. അപ്പോൾ ശരിക്കും പറഞ്ഞത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സെക്കൻഡ് ഇയറിന് എക്സാമും നല്ലപോലെ ഫിനിഷ് ചെയ്തു, സക്സസ് ആയിട്ട് തന്നെ ജയിച്ചു. അതുപോലെ തന്നെ തേർഡ് ഇയറും പാസ്സായി. അപ്പോൾ അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് വീട്ടുകാർ തന്നെ പറഞ്ഞു, നിനക്ക് പോകണുണ്ടോ, നീ നഴ്സിംഗ് നിർത്തുകയാണെങ്കിൽ നിർത്തിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടായി. അപ്പോൾ ഇതൊക്കെ അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വിഷമിച്ച് ഒരുപാട് ഉള്ളിൽ ഓരോ ദേഷ്യവും കുറേയൊക്കെ ഇങ്ങനെ കടന്നു വന്നു. പക്ഷെ എന്തായാലും കർത്താവിനെ കൈവിട്ടില്ല. ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് us. ആ ഒരു വചനമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊരു ഇത്ര സ്ട്രഗിൾസിൽ നിന്ന് ശരിക്കും എന്നെ രക്ഷിച്ചത് കർത്താവിൻ്റെ ആ ഒരു കൈ തന്നെയാണ്. എനിക്ക് കർത്താവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു ആ ടൈമിൽ. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ പയ്യെ തുടങ്ങി സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും
നല്ല രീതിയിൽ പാസ്സായി. അപ്പോൾ മാത്രമല്ല ഇപ്പം ഞാനവിടെ വർക്കിന് കയറി, അവിടെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായതിനു ശേഷം അവിടെ തന്നെ ഞാൻ പഠിച്ച സ്ഥലത്ത് തന്നെ വർക്കിന് കയറിയേക്കാണ്. അവിടെ നേഴ്സായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ ഒരു പാറ്റേൺ ഡെയിലി പള്ളിയിൽ പോകുന്നു, അങ്ങനെ ഡെയിലി ഒരു പാറ്റേൺ, ഡെയിലി ബൈബിൾ വായിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ടാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, റോമൻസ് 5:5 ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിൻറ്റ് അസ്. പ്രത്യേകിച്ച് നമ്മൾ നിരാശാക്കുന്നില്ല. താങ്ക് യു.